ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് HDFC ബാങ്ക് റിക്രൂട്ട്മെന്റ് 2026 വളരെ നല്ല വേക്കൻസിയാണ്. ഇന്ത്യയിലെ ഒരു നമ്പർ 1 മൾട്ടിനാഷണൽ ബാങ്കാണ് HDFC ബാങ്ക് എന്ന് പറയുന്നത്. കേരളത്തിൽ ഉടനീളം വേക്കൻസി ഉണ്ട്. ഞാനിവിടെ കുറച്ച് പ്ലേസ് അല്ലെങ്കിൽ ലൊക്കേഷനെ കാണിച്ചിട്ടുള്ളൂ. നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ അറിയാൻ പറ്റും അവിടെ ഏതൊക്കെ നിങ്ങളുടെ ലൊക്കേഷൻ. നിങ്ങൾ കേരളത്തിൽ എവിടെയാണോ താമസിക്കുന്നത് ആ സിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുക. പലരും പകുതി കണ്ട് അല്ലെങ്കിൽ കുറച്ച് കണ്ടിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. അതിനൊന്നും റിവേർട്ട് കിട്ടാറില്ല. നിങ്ങൾക്ക് റിവേർട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ല കണക്ക് വീഡിയോ കാണുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ബാങ്കിൻ്റെ അനുസരിച്ച് നിങ്ങൾ ബയോഡേറ്റ ഉണ്ടാക്കുന്നില്ല, CV അറ്റാച്ച് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യം ഈ HDFC ബാങ്കിലൂടെ രക്ഷപ്പെട്ടവർ പലരുണ്ട് എൻ്റെ വീഡിയോ കണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ റിവേർട്ട് വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് കണക്ക് നമ്മൾ ചെയ്യേണ്ടത് കണക്ക് കാര്യങ്ങൾ ചെയ്യുന്നില്ല. 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇവിടെ കൊച്ചിയിലുണ്ട് നമുക്ക് വേക്കൻസി, കോട്ടയത്തുണ്ട്, കൊല്ലത്തുണ്ട്, എറണാകുളമുണ്ട്, ബാംഗ്ലൂരുണ്ട്, ഹൈദരാബാദുണ്ട്, ചെന്നൈയുണ്ട്, തൃശ്ശൂരുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ലൊക്കേഷൻ മാത്രം കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് എക്സാം ഇല്ല, ഫീസുമില്ല. അപ്പം കഴിവതും നിങ്ങൾ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക, കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. കുറഞ്ഞ പക്ഷം 2 3 നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നെങ്കിൽ തന്നെ 2 3 മിനിറ്റ്, കുറഞ്ഞ പക്ഷം 3 മിനിറ്റെങ്കിലും നിങ്ങൾ വീഡിയോ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അപ്ലൈ ലിങ്കിൽ പോയി ചെക്ക് ചെയ്യുന്നു, അത്രേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. ചിലർ അപ്ലൈ ചെയ്യുന്നു, ചിലർ ചെയ്യുന്നില്ല. അപ്പോൾ അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഫലം കിട്ടും. അപ്ലൈ ചെയ്യണം. നിങ്ങൾ വീഡിയോ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തെല്ലാം കാര്യങ്ങളാണ് വെബ്സൈറ്റിൽ പറയുന്നത്, അവരേതൊക്കെ ക്വാളിഫിക്കേഷനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. കഴിവതും നിങ്ങൾ സ്കിപ്പ് ചെയ്തോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആ ഒരു പ്ലേസ് വരുമ്പോൾ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോയാലും നിങ്ങൾ കുറഞ്ഞ പക്ഷം 3 മിനിറ്റെങ്കിലും വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് ഒരുമാതിരി ഒരു കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഞാൻ അധികം കാര്യങ്ങളേക്ക് ദീർഘിപ്പിക്കുന്നില്ല. ഇത് കണക്കുള്ള ആ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. തീർച്ചയായിട്ടും ഇതുപോലെ HDFC ബാങ്കിൻ്റെ ഉണ്ട്, ആക്സിസ് ബാങ്കിൻ്റെ ഉണ്ട്, ഒരുപാട് വേക്കൻസികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെയിലി ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ആയിരിക്കത്തില്ല എല്ലാം. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ആ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ആ ഒരു ഇത് വരികയും നിങ്ങൾ അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് ജോലി കിട്ടുവാൻ സാധ്യത വളരെയേറെ ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ആൻഡ് ഹൈപ്പ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് എക്സാമോ അല്ലെങ്കിൽ ഫീസോ അങ്ങനെയുള്ള ഒരു കാര്യവുമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന സിറ്റിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. നമുക്ക് ഇതിൻ്റെ ആ കാര്യങ്ങളിലേക്ക് കടക്കാം. HDFC ബാങ്ക് റിക്രൂട്ട്മെന്റ് 2026 ഇതിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് 11,500 വേക്കൻസി ആൾ ഓവർ ഇന്ത്യയുടെയാണ്. എങ്കിലും നമ്മുടെ കേരളത്തിലെ എല്ലാ പ്ലേസും എല്ലാ ലൊക്കേഷനിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യമായി ഇത് കാണിക്കുന്നതിന് മുന്നേ, ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ കാണിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ആ ഒരു ലൊക്കേഷൻ ഞാൻ കൺഫേം ചെയ്യാം. ബാങ്കിലുള്ള ആ ഒരു ലൊക്കേഷൻ ഇവിടെ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പിന്നെ ഞാൻ സംസാരിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്ക്, കോട്ടയമുണ്ട്, മൂവാറ്റുപുഴയുണ്ട്. ഇത് വരുമ്പോഴത്തേക്ക് ഇത് കൊച്ചിയിലുണ്ട്, ഓപ്പറേഷൻ ക്രെഡിറ്റ് പ്രോസസ്സിംഗ് കൊച്ചിയിലുണ്ട്, ബിസിനസ് ഡെവലപ്മെന്റ് കാലിക്കറ്റ് ആൻഡ് കണ്ണൂരിലുണ്ട്, ഓപ്പറേഷൻ ഫ്രണ്ട് ഓഫീസ് ഉണ്ട് തൃശ്ശൂർ, കാലിക്കറ്റ്. നമുക്കൊക്കെ പറ്റിയ ഒരു വേക്കൻസിയാണ് ഓപ്പറേഷൻ ഫ്രണ്ട് ഓഫീസ്, അതായത് യോഗ്യത കുറഞ്ഞവർക്കുള്ളത്. ടെക്നിക്കൽ അപ്രൈസറുടെ ഉണ്ട്, മാർത്താണ്ഡം, തമിഴ്നാടുണ്ട്. പിന്നെ നിങ്ങൾ കേരളത്തിൽ ഈ ഒരു സ്ഥലങ്ങൾ കൂടാതെയും കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വേക്കൻസി ഉണ്ട്. നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങൾ പൂനെയിൽ താമസിക്കുന്നവരായിക്കോട്ടെ, ഹൈദരാബാദ് താമസിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ തമിഴ്നാട്ടിലുള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ഓരോ നമ്മുടെ ആൾ ഓവർ ഇന്ത്യയുടെയാണ് 11,500ഓളം പ്ലസ് വേക്കൻസി ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് വീണ്ടും കിടക്കാം. ഞാൻ നിങ്ങളെ ആ ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഒരുപാട് വേക്കൻസി ഉണ്ട്. ഇനി ഇവിടെ വരുമ്പോഴത്തേക്ക് ലോഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും വേക്കൻസികളിലേക്ക് പോകും.
അപ്പോൾ ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓർഗനൈസേഷൻ HDFC ബാങ്ക് പോസ്റ്റ് 11,500 പ്ലസ് പോസ്റ്റ് ഉണ്ട്. ക്വാളിഫിക്കേഷൻ 10th ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാം, 12th ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാം, ഗ്രാജുവേറ്റിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. സെലക്ഷൻ പ്രോസസ്, ഇന്റർവ്യൂ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഫീസും കൊടുക്കേണ്ട, നിങ്ങൾക്ക് ടെസ്റ്റുമില്ല. ഓൺലൈൻ അപ്ലൈ ഡേറ്റ് 20 മാർച്ച് 26 ഈ 20-ാം തീയതി തൊട്ട് ഇത് സ്റ്റാർട്ടായി. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ അപ്ലൈ നിങ്ങൾ 30th ഏപ്രിൽ വരെയുണ്ട്. ഇവരുടെ 2 മാസത്തെയൊക്കെയാണ് മിക്കപ്പോഴും ഇതിന്റെ വേക്കൻസിയുടെ ഈ ഒരു ടൈം വരുന്ന അപ്ലൈ ചെയ്യുവാനുള്ള. പക്ഷെ ഇവിടെ ഡ്യൂറേഷൻ വളരെ 1 മാസത്തെ സമയമേ ഉള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. കാര്യം പല പോസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് അവർ ചിലപ്പോൾ സെലക്ട് ആവും. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ അവരുടെ പിന്നെ നോട്ടിഫിക്കേഷനിൽ കാണിക്കത്തില്ല. നിങ്ങൾ ആ ഒരു പോസ്റ്റ് അവിടെ അന്വേഷിക്കുമ്പോഴത്തേക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് കണ്ടില്ലെന്ന് വരാം. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇതിന്റെ ഏതൊക്കെ പോസ്റ്റാണ് നമുക്ക് അഡ്മിനിസ്ട്രേഷൻ്റെ പോസ്റ്റ് ഉണ്ട്, അനലിസ്റ്റിന്റെ ഉണ്ട്, അസിസ്റ്റന്റ് മാനേജറുടെ ഉണ്ട്, ബ്രാഞ്ച് മാനേജറുടെ ഉണ്ട്, ബിസിനസ് ഡെവലപ്മെന്റിന്റെ ഉണ്ട്, ക്ലർക്കിന്റെ ഉണ്ട്, കളക്ഷൻ ഓഫീസറുടെ ഉണ്ട്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജറുടെ ഉണ്ട്, ഫൈനാൻസ് മാനേജറുടെ ഉണ്ട്, അക്കൗണ്ടന്റിന്റെ ഉണ്ട്, POയുടെ ഉണ്ട്, IT മാനേജറുടെ വേക്കൻസി ഉണ്ട്, ഹെഡ് ഓഫ് ഓപ്പറേഷന്റെ വേക്കൻസി ഉണ്ട്, മാനേജറുടെ വേക്കൻസി ഉണ്ട്. വളരെയേറെ വേക്കൻസി ഉണ്ട്. നോക്കിയേ, ക്ലർക്കിന്റെ വേക്കൻസി നമുക്കൊക്കെ പറ്റിയ വേക്കൻസിയാണ്. അസിസ്റ്റന്റ് മാനേജറുടെ വേക്കൻസി ഉണ്ട്. അതെന്നൊക്കെ പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് വരുന്നതാണ്. അങ്ങനെ ഒരുപാട് വേക്കൻസി ഉണ്ട്. നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങളുടെ യോഗ്യതയുമായിട്ട് താരതമ്യപ്പെടുത്തി എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് 18-നും 40 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് തന്നെ വളരെ ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ബാങ്കിലൊക്കെ കഴിവതും 25 വരെ അല്ലെങ്കിൽ 30 വരെ, 30 കഴിഞ്ഞ്. പക്ഷേ ഇവിടെ നമുക്ക് 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. 10ാം ക്ലാസ്, 12ാം ക്ലാസ്, ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, MBA, കണക്കിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ BE ആയിക്കോട്ടെ, BTech ആയിക്കോട്ടെ, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. പേ സ്കെയിൽ നിങ്ങൾക്ക് 24,500 തൊട്ട് 68,800 വരെ എക്സ്പെക്റ്റഡ് സാലറിയാണ്. ഓരോ പോസ്റ്റിനും കുറഞ്ഞും കൂടിയും ഇരിക്കും. സെലക്ഷൻ പ്രോസസ്, ഇന്റർവ്യൂ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ എവിടെ താമസിക്കുന്നത് ആ അടുത്തുള്ള സിറ്റിയിൽ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ലൊക്കേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഫീസില്ല. ജനറൽ ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, EWS ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിൽ ഫീസാണ്. അതുപോലെ തന്നെ SC ST PH നില്ലാണ്. എങ്ങനെ ഹൗ ടു അപ്ലൈ, അത് ഞാൻ നിങ്ങൾക്ക് ലിങ്കിന്റെ എൻ്റെ വീഡിയോ നിങ്ങൾ ഈ കാണുന്ന വീഡിയോയുടെ താഴെ ഞാൻ എൻ്റെ ലിങ്ക്, ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് തന്നിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ HDFC അവരുടെ ആ ഒരു വെബ്സൈറ്റിലേക്ക്, ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള വേക്കൻസിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ഇവിടെയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ലൊക്കേഷൻ ഉണ്ട്. ഇവിടെ എല്ലാ സ്ഥലങ്ങളും വരുന്നുണ്ട്. ഇവിടെ ആലപ്പുഴയിൽ വേക്കൻസി ഉണ്ട്. അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പം ഈ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. ഒരുമാതിരിപ്പെട്ട നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും വേക്കൻസി ഉണ്ട്. ഞാൻ ഇതൊരു പ്രാവശ്യം പറഞ്ഞതാ. ടെക്നിക്കൽ അപ്രൈസറുടെ കോട്ടയത്തുണ്ട്. അത് കണക്ക് തന്നെ ഓപ്പറേഷൻ ക്രെഡിറ്റ് കൊച്ചിയിലുണ്ട്, ബിസിനസ് ഡെവലപ്മെന്റ് കണ്ണൂരുണ്ട്, തൃശ്ശൂരുണ്ട്, മാർത്താണ്ഡമുണ്ട്, മുംബൈയിലുണ്ട്, പൂനെയിലുണ്ട്. അങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് അധികം പ്രയാസങ്ങളില്ല. ഇവിടെ നിങ്ങൾ ഇപ്പം കോട്ടയത്ത് ടെക്നിക്കൽ അപ്രൈസറുടെ കോട്ടയത്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇവിടെ നിങ്ങൾ ഈ കാര്യങ്ങൾ കൊടുത്താൽ മതി. ടൈറ്റിൽ സെലക്ട് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. മിസ്സാണോ, മിസ്സസ് ആണോ, മിസ്റ്റർ ആണോ, ഡോക്ടർ ആണെന്നുള്ളത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ മാരിറ്റൽ സിംഗിൾ ആണോ, മാരീഡ് ആണോ, ഡിവോഴ്സ് ആണോ എന്നുള്ളത് കൊടുക്കുക. ലാംഗ്വേജ് നിങ്ങൾക്ക് ഏതൊക്കെ അറിയാവുന്നുള്ളത് മെയിനായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്നത്. ഇവിടെ മലയാളം ചോദിക്കുന്നില്ല. 6 അതറെന്നുണ്ട്. ഇവിടെ ഒരുപക്ഷെ മലയാളം ചോദിച്ചേക്കാം. നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ നോക്കിയിട്ട് കന്നഡ വരുന്നുണ്ട്, മലയാളമുണ്ട്. നിങ്ങൾ രണ്ടാമത്തെ ലാംഗ്വേജ് നിങ്ങൾ മലയാളം എടുക്കാൻ ശ്രമിക്കുക. ലോക്കൽ ലാംഗ്വേജിന്റെ കുഴപ്പം വരികയാണെങ്കിൽ നമുക്ക് മലയാളം അറിയാം. നമ്മൾ കേരളത്തിൽ ജോലി ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ പ്രസന്റ് അഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സ് ഏതാണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യണം, സിറ്റി സെലക്ട് ചെയ്യണം. പെർമനന്റ് അഡ്രസ് ഏതാണെന്ന് ചോദിച്ചാൽ സെലക്ട് സെയിം ആണ്. നിങ്ങൾ മേളിൽ കൊടുത്തിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നതും നിങ്ങളുടെ പെർമനന്റ് അല്ലെങ്കിൽ പ്രസന്റ് അഡ്രസ് സെയിം ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് ഹൈലൈറ്റ് ആകത്തില്ല. അപ്പം ഇവിടെ നിങ്ങൾ സെലക്ട് സ്റ്റേറ്റ് എന്നുള്ള ഇവിടെ ഫീൽഡ് നിങ്ങൾ ഇത് സെലക്ട് ചെയ്യണം. ഇവിടെ പ്രസന്റ് അഡ്രസ്സിൽ ബോത്ത് അഡ്രസ് ആർ സെയിം എന്നുള്ളിടത്ത്
ക്ലിക്ക് ചെയ്താലും മതി. ക്ലിക്ക് ചെയ്തെങ്കിൽ ഇവിടെ ഇത് റെഡ് കളർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഇത് സ്റ്റേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് സിറ്റി സെലക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ താഴേക്ക് വന്നിട്ട് നിങ്ങളുടെ CV, അതൊരു ബാങ്കിന്റെ ടൈപ്പിൽ നിങ്ങൾ CV ഉണ്ടാക്കി നിങ്ങൾ ആ CV അപ്ലോഡ് ചെയ്യുക. ബാക്കിയുള്ള കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പം റെസ്യൂം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. റെസ്യൂം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ പറ്റിയുള്ള പൂർണ്ണ വിവരം നിങ്ങൾ CV-യിൽ കൊടുക്കാൻ ശ്രമിക്കുക. കാര്യം എംപ്ലോയർ CV മാത്രമേ കാണും, നിങ്ങളെ കാണുന്നില്ല, നിങ്ങളുമായിട്ട് സംസാരിക്കുന്നില്ല. സെലക്ട് ചെയ്യുന്നെന്ന് പറയുന്ന ചോയ്സ് നിങ്ങൾ സെലക്ഷൻ ആകണമെങ്കിൽ, അവിടെ ഷോർട്ട് ലിസ്റ്റ് ആകണമെങ്കിൽ നിങ്ങൾ CV എങ്ങനെ അവിടെ സബ്മിറ്റ് ചെയ്യുന്നോ, നിങ്ങളുടെ CV ഏത് ഡിസ്പ്ലേ വരുന്നോ അതാണ് നിങ്ങളുടെ ഫേസ് അവരുടെ മുന്നിൽ തെളിയുന്നത്. അതനുസരിച്ച് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് CV-യിലാണ് നിങ്ങളുടെ കാര്യം ഇരിക്കുന്നത്. ബാങ്കിന്റെ കണക്കുള്ള CV ഉണ്ടാക്കുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്, ആൾ ഓഫ് യു, ടേക്ക് കെയർ.